എല്ലാവർക്കും എക്സാം ഫയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അടുത്തൊരു ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ്. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് 5 അംഗ കമ്മിറ്റിയാണ്, ഒരു ചെയർമാനും 4 അംഗങ്ങളും. ധനകാര്യ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ധനകാര്യ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇടയിലുള്ള സാമ്പത്തിക ബന്ധം വിശകലനം ചെയ്യുകയും ധനകാര്യ ഇടപാടുകൾക്ക് മേൽനോട്ടം വഹിക്കുകയുമാണ്. ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഫിനാൻസ് കമ്മീഷൻ ആദ്യമായി രൂപീകരിച്ചത് നവംബർ 22, 1951 ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗി, രണ്ടാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ K സന്താനം, നിലവിലെ ധനകാര്യ കമ്മീഷൻ അതായത് 15ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്. അപ്പോൾ അത് 3 പഠിക്കണം. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗി, രണ്ടാമത്തേത് K സന്താനം, നിലവിലെ അതായത് 15ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്. അതിന് തൊട്ടു മുമ്പ് അതായത് 14ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡി. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് VP മേനോൻ. നമ്മൾ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നും കൂടെ നോക്കാം. ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 5 അംഗ കമ്മിറ്റിയാണ്, ഒരു ചെയർമാനും 4 അംഗങ്ങളും. അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷമാണ്. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ആദ്യമായി ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചത് നവംബർ 22, 1951. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗി, രണ്ടാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ K സന്താനം, നിലവിലെ അതായത് 15ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്, 14ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡി. അതുപോലെ ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി VP മേനോൻ. ഇത്രയുമാണ് യൂണിയൻ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. കേരളത്തിലെ പഞ്ചായത്തി രാജ് ആക്ട് 1994 സെക്ഷൻ 186 അനുസരിച്ചും കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 സെക്ഷൻ 205 അനുസരിച്ചും പഞ്ചായത്തുകളുടെയും തദ്ദേശ നഗര സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കുവാനും അതിനനുസരിച്ച് ഗവർണർക്ക് നിർദ്ദേശം നൽകുവാനും വേണ്ടി രൂപീകരിച്ചതാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം സെക്ഷൻ 186 സെക്ഷൻ 205 ഏതിൻ്റെയൊക്കെയാണ്? കേരള പഞ്ചായത്തി രാജ് ആക്ടിന്റെ സെക്ഷൻ 186 കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 205 അനുസരിച്ചിട്ടാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 243I ആണ്. ഒന്നാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ PM എബ്രഹാമും നിലവിലെ അതായത് 6ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദ്. ഇപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ: സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 243I. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ PM എബ്രഹാമും നിലവിലെ അതായത് 6ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദ്. അപ്പോൾ ഇത്രയുമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്